എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ്. ഈ ഈസ്റ്റർ വെക്കേഷന് നമ്മൾ പോയൊരു സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലോകത്തിലെ ഒരേ ഒരു ഐക്യ ഹോട്ടലിലേക്കാണ്. ഐക്യ ഹോട്ടലും അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വഴിയേ പറയാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എസ്ലോവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അതുവഴിയാണ് പോയത്. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇത് അരോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മളിതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈസ്റ്റർ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വീക്ക് ഡേ ആണ് അവിടെ പോയത്. അപ്പം നമ്മൾ മീൽസ് കഴിച്ചു. പിന്നെ കുട്ടികൾക്ക് ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് ലോകത്തിലെ ഒരേ ഒരു ഐക്യ ഹോട്ടലിലേക്കാണ്. ആംഹുൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഐക്യ ഷോറൂം സ്ഥാപിച്ചത് സ്മാലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആംഹുൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ 1958 ആദ്യത്തെ ഐക്യ ഷോറൂം തുറന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ 1964 ഈ ഹോട്ടൽ തുടങ്ങുന്നത്. 25 റൂമുകളുമായിട്ടാണ് ഈ ഹോട്ടൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ 254 റൂമുകളുള്ള ഒരു ഹോട്ടലാണ്. ഇത് ലോകത്തിലെ ഒരേ ഒരു ഹോട്ടലാണ്. അങ്ങനെ 2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇപ്പം ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പഴയൊരു ഹോട്ടലാണ് ഇത്. ഒരുപാട് റിനോവേറ്റ് ഒക്കെ ചെയ്തു. അന്ന് 25 റൂമാണെങ്കിലും ഇപ്പോൾ ഇത് 254 റൂമുകളുള്ള ഹോട്ടലാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് അവിടെ ഇൻഫോം ചെയ്തു. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് 2 ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ ഈസ്റ്റർ മെനു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യ ഹോട്ടലാകുമ്പം ഐക്യയിലെ ഫർണിച്ചറാണ് മുഴുവനായിട്ടും. അപ്പം ഒരുപാട് ഐക്യ ഫർണിച്ചർ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ. അപ്പോൾ റൂംസ് ആയാലും എല്ലാം ഐക്യ ഫർണിച്ചർ തന്നെയാണ്. അപ്പോൾ ഐക്യയെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഐക്യ എന്ന് പറയുന്നത് സ്വീഡനിൽ തുടങ്ങിയ ഒരു ഫർണിച്ചർ ഷോപ്പാണ്. ഫർണിച്ചർ മാത്രമല്ല, അവിടെ കിച്ചൺ അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ടു അസംബിൾ രീതിയിൽ വിൽക്കുന്ന ഒരു ചെയിൻ ഓഫ് ഷോപ്സാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റൂമാണ് നമ്മളിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. ബങ്ക് ബെഡ്സൊക്കെ ഉള്ള ഒരു റൂമാണ്. പിന്നെ ഒരു ടോയ്ലറ്റും ചെറിയൊരു റൂമാണ്. പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബങ്ക് ബെഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അവർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു TV ഉണ്ട്. പല ടൈപ്പിലുള്ള റൂംസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാം. നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു ചേർച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആംഹുത്തിലുള്ള ഐക്യ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഐക്യയുടെ ഷോറൂംസ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ 3 സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ലിവിങ് റൂം അതുപോലെ തന്നെ കിച്ചൺ ഓർഗനൈസേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. പുതിയതായിട്ട് വീടൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക്, അതായത് കിച്ചണൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും. അപ്പം ഓരോ ഡെമോ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറേ കിച്ചൻ്റെ ഒരു മോഡൽസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐലൻഡ് കിച്ചൺ തന്നെ പല ടൈപ്പിലുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ ഐഡിയാസൊക്കെ കിട്ടുന്ന ഈ ഐക്യ ഷോറൂമിൽ പോയിട്ട് സെറ്റ് ചെയ്ത രീതിയിൽ പല ഐഡിയാസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ തന്നെ ലിവിങ് റൂമിൽ വെച്ചിരിക്കുന്ന ഒരു പോട്ടും മിററും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് ഐക്യ ഷോപ്പിൽ ചെന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ പല ഐഡിയാസ് നമുക്ക് കിട്ടും.
അപ്പം ഇതിൻ്റെ ബ്ലൂ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഗ്രീൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതൊരു ഐലൻഡ് കിച്ചൻ്റെ ഒരു മോഡലാണ്. പല ടൈപ്പിലുള്ള ഐലൻഡ് കിച്ചൺസും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾസും എല്ലാം ഉണ്ട്. സ്നാക്ക് ടൈമായി. അപ്പോൾ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് സ്നാക്സ് കഴിച്ചു. ചോക്ലേറ്റ് കേക്കും ആപ്പിൾ പൈയും പിന്നെ ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഈസ്റ്റർ മെനു ഉണ്ട്. അപ്പോൾ അതൊരു ഫിക്സഡ് മെനു ആണ്. ആ ഈസ്റ്റർ ഡേയ്സിൽ ഒരു 4 ദിവസം അടുപ്പിച്ച് ഒരേ മെനു ആണ്. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അടുത്ത ദിവസം നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കോംപ്ലിമെൻ്ററി ആണ്, നമ്മുടെ സ്റ്റേയുടെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പേ ചെയ്യണം. അപ്പം എവിടത്തെയും പോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐക്യയിൽ നിന്നുള്ള പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. മുഴുവനായിട്ടും ഐക്യ പാത്രങ്ങളാണ്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മറ്റ് ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ അവിടെ പല കടകളിൽ നിന്നുള്ള ഐറ്റംസ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം ഐക്യയിൽ നിന്നുള്ള സാധനങ്ങളാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോമൺ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ബുക്സൊക്കെ വായിക്കാം, കുട്ടികൾക്ക് കളിക്കാം, അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇവിടുത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ഇപ്പം റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ അത് ജൂൺ ജൂലൈ ആ സമയത്താണ് റീ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ഫ്ലോറ് റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ -101 എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഹോം തിയേറ്റർ പോലൊരു റൂമുണ്ട്. അപ്പോൾ അതിനകത്ത് ഐക്യയുടെ ഹിസ്റ്ററി മൊത്തം അവരിങ്ങനെ സ്ലൈഡ് ഷോ പോലെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനായിരുന്നു. പിന്നെ വളരെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു കിച്ചൻ്റെ മോഡലും പല മോഡൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കിച്ചൺ മോഡലാണ്. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന പ്രാം, ഏറ്റവും ആദ്യത്തെ കിച്ചൺ അയൺ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഹോബ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പം അന്നേ അവർ ക്ലീൻലിനെസ്, അതായത് ഭയങ്കര വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഞാനിത് കാണിക്കുന്നില്ല. കാണിച്ചാൽ നിങ്ങളവിടെ പോയി കാണുമ്പോൾ ആ ഒരു പുതുമ നഷ്ടപ്പെടും. പിന്നെ ആ മ്യൂസിയത്തിൽ തന്നെ നമുക്ക് ഫുഡുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെനു ആണ് സ്വീഡിഷ് മീറ്റ് ബോൾസ് ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോ. അപ്പോൾ അതായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു പാർക്കുണ്ട്, ഒരു ലേക്കൊക്കെ ആയിട്ട് ഒരു പാർക്കും കൂടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നിറയെ താറാവും അതുപോലെ തന്നെ സീകൾ എന്ന് പറയുന്ന പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താറാവുകളൊക്കെ നന്നായിട്ട് പറന്നാണ് നടക്കുന്നത്. നമ്മൾ നാട്ടിൽ താറാവ് അങ്ങനെ അത്രയും പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പക്ഷികൾ പറക്കുന്ന പോലെ തന്നെ നല്ല സ്പീഡിൽ താറാവ് പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം സൺഡേ ഈസ്റ്ററിൻ്റെ ദിവസമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സഫാരിക്ക് പോകുന്നുണ്ട്. സഫാരി എന്ന് പറയുമ്പോൾ മൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൃഗമുണ്ട്. അപ്പോൾ അതിനെ കാണാൻ പറ്റുന്ന ഒരു കാട്ടിലൂടെ നമ്മൾ പോയിട്ട് സഫാരി, അതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഇത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്മാൽ ആൻഡ് മൂസ് സഫാരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സഫാരിയാണ്. ട്രെയിൻ പോലെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിനിലും പോകാം, നമുക്കല്ലാതെ നമ്മുടെ ഓൺ വെഹിക്കിളിലും പോകാം. പക്ഷേ ട്രെയിനിൽ പോകുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആ സ്ഥലത്ത് ഒരുപാട് ഗിഫ്റ്റ്സും അതൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ സുവനീറും. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഷോപ്സിലൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കിണർ പോലെ ഒരു പാറക്കല്ല് വെച്ചിട്ട് അതിൻ്റെ താഴെ വെള്ളവും പിന്നെ അതിനകത്ത് കുറേ കോയിൻസും കിടപ്പുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ അറിയാം ഏതൊക്കെ ടൈമിലാണ് സഫാരി ഉള്ളത് എന്നുള്ളത്. നമ്മൾ 12:30 ഒരു സഫാരിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ വന്നു. 2 ട്രെയിനാണുള്ളത്. ഒന്നൊരു മെറൂൺ ആൻഡ് വൈറ്റും പിന്നെ ഒരു മഞ്ഞ കളർ ട്രെയിനും ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ നമുക്കവർ ക്യാരറ്റും അതുപോലെ തന്നെ മൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്, അതായത് പച്ചക്കമ്പാണ്, അപ്പോൾ അതും തരും. അപ്പം മൂസിനെ കൂടാതെ തന്നെ ബൈസണിനെയും കാണാൻ പറ്റും. അപ്പോൾ അതിനെയും ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നോർത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള കോണിഫറസ് ട്രീസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയപ്പോൾ മൂസിനെ ഒന്നും കണ്ടില്ല. പിന്നെ അപ്പോൾ നമ്മുടെ ഡ്രൈവറും ഇതുപോലെ ബൈസണിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഇത് കുറച്ച് ആക്രമണകാരിയാണെന്നാണ് പൊതുവേ ഉള്ളത്, പക്ഷേ ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫീഡൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ വഴിയിൽ പോയപ്പോൾ അതാ വരുന്നു ഒരു മൂസ്. ഇപ്പോൾ വരും. നല്ല സൈസാണ്, കുതിരയുടെയൊക്കെ കാട്ടിലും ഹൈറ്റുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നോർമലി ഇവിടെ കാണാറുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെയിൻ ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സ്വീഡിഷിലും അവർ എക്സ്പ്ലെയിൻ ചെയ്യും. നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഓരോ മൂസിനും പേരുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് വരും, നമുക്ക് അതിനെ തൊടാം. നല്ല ഫ്രണ്ട്ലിയാണ്. അവിടെ 2 ആൾക്കാർ കിടപ്പുണ്ട്. അത് 2 ആണുങ്ങളാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നെല്ലാം പെൺകുട്ടികളാണ്. അപ്പം ക്യാരിയിങ് ആയിട്ടുള്ള മൂസുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. റെസ്റ്റോറൻറ്റ് സമ്മർ ടൈമിലാണ് തുറക്കുന്നത്. അപ്പോൾ ആ ഒരു കഫേയുടെ ഏറ്റവും മുകളിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഹോട്ട് ഡോഗും പിന്നെ വാഫിൾസും ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള കൊതി കൊണ്ട് ഞാൻ മീൻ കറിയും അതുപോലെ തന്നെ ഫ്രോസൺ ചക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ചക്ക വേവിച്ചു. പിന്നെ ബീട്രൂട്ട് തോരനും ഒക്കെ ആയിട്ട് ലഞ്ച് ഉണ്ടാക്കി. അപ്പോൾ അടുത്ത ദിവസവും ഹോളിഡേ ആണ്, തിങ്കളാഴ്ച. അപ്പം 2 ദിവസം കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നല്ലൊരു വെക്കേഷനായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ഒരു ഐക്യ ഹോട്ടലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഐക്യ ഹോട്ടൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. ഒരു വർത്ത് വിസിറ്റാണ്. റീസണബിൾ എമൗണ്ടാണ് അവിടുത്തെ ഫീ ഒക്കെ. അപ്പം നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ പോവുക. ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടുന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഐക്യ മ്യൂസിയത്തിൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്